അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഹന്തക്കൽ ആ സ്ഥലത്തിന് സബാ മസാജിദ് എന്ന പേരുണ്ട്. പേര് വരാൻ കാരണം ഇവിടെ 7 പഴയ നമസ്കാര പള്ളികളുണ്ട്. അതിലൊന്ന് ഇത് അവിടെ നേരെ കാണുന്നുണ്ട്, എൻ്റെ ബാക്കിലായിട്ട് കാണാം ഒരു നിസ്കാരപ്പള്ളി. അതിന് കുറച്ച് മുകളിലായിട്ട് നിസ്കാരപ്പള്ളിയുണ്ട്. പിന്നെ ഇത് പിൽക്കാലത്തുണ്ടായിട്ടുള്ളൊരു ജുമാ മസ്ജിദാണ്. ഏറ്റവും മുകളിലായിട്ട് ബാക്കിൽ കാണുന്ന ഉയരത്തിൽ കാണുന്ന പള്ളിയാണ് മസ്ജിദ് ഫത്ഹ് എന്നറിയപ്പെടുന്നത്. ഉണ്ടായിരുന്ന നിസ്കരിച്ചിട്ടുണ്ടായിരുന്ന ദുആ ചെയ്തിട്ടുണ്ടായിരുന്ന പള്ളിയാണ്. അപ്പോൾ ഹന്തക്കിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ വലിയൊരു സൈന്യമായിട്ട് വന്നു, ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയ്ക്കുള്ള വലിയ സൈന്യം. അപ്പോൾ വിശ്വാസികളെ പ്രൊട്ടക്ട് ചെയ്യാണ്ടായിരുന്നൊരു വഴി വിശ്വാസികൾ മുഴുവനും ഈ ഒരു ഏരിയയിൽ ഒരുമിച്ച് കൊടുക്കുകയും പിന്നിൽ മലയുണ്ട്, മല കടന്ന് മലയ്ക്ക് മുകളിൽ പറവരെ എത്തിക്കഴിഞ്ഞാൽ മല കടന്ന് സൈന്യത്തിന് കടക്കാൻ കഴിയില്ല. പകരം ഈ ഒരു മുമ്പിലുള്ള ഒരു ഏരിയയിൽ അവിടുന്ന് ശത്രുക്കൾക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നിലായിട്ട് നീളത്തിൽ ഒരു വലിയ കിടങ്ങ് കുഴിക്കുക. അപ്പോൾ ശത്രുക്കൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ തടയുന്ന രീതിയിൽ കിടങ്ങ് കുഴിക്കുക എന്നുള്ളൊരു ടാക്ടിക്സാണ് മുസ്ലിം സ്വീകരിച്ചത്. പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എൻ്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു യുദ്ധതന്ത്രം സ്വീകരിച്ചത്. അപ്പോൾ അതോടൊപ്പം പറഞ്ഞ ബാക്കിൽ കാണുന്ന മസ്ജിദ് ഫത്ഹിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ തുടർന്ന് അള്ളാഹു പ്രകൃതി കാലാവസ്ഥയൊക്കെ ശത്രുക്കൾക്ക് വളരെ പ്രതികൂലമായ നിലയിൽ മാറ്റുകയും വലിയ ശക്തമായ കാറ്റും ഒക്കെ ആയിട്ട് അവർക്ക് അവിടെ തുടരാൻ പറ്റാത്ത അവസ്ഥ വരുത്തുകയും തുടർന്ന് അവർക്ക് ഓടിപ്പോയേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ സൈന്യമെന്നെങ്കിലും യുദ്ധം ചെയ്യാതെ അള്ളാഹു തന്നെ പരാജയപ്പെടുത്തി അയച്ച ഒരു യുദ്ധമാണ് അഹ്സാബ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഏതായാലും നമ്മൾ പരിശുദ്ധ മക്കയിലും മദീനയിലും ഒക്കെ വരാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഇതുപോലുള്ള ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ച് ചരിത്ര പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.